നമസ്കാരം. കേരള മീഡിയയിലേക്ക് സ്വാഗതം. SC/ST എംപ്ലോയീസ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച എക്സലന്റ് അവാർഡ് വിതരണം വിദ്യാനഗർ ആക്വ സ്കിൽ പാർക്കിൽ നടന്നു. പ്രസിഡന്റ് ശങ്കർ നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച 45ഓളം പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അദ്ദേഹം കാസർഗോഡ് ഗവൺമെന്റ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വിധിയെടുക്ക ബാറെടുക്ക കണക്കപ്പാടി എക്സലൻസ് അവാർഡ് സെറമണിയാണ് ഇവിടെ നടക്കുന്നത്. SC/ST EPW ആണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട്. 2019 ഈ സംഘടന രൂപീകരിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫൗണ്ടഡ് ഇൻ 2019, SC/ST EPWO is committed to the social, educational, economical and political empowerment of the ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടിക ജാതി, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞാൽ പട്ടിക വർഗം. അപ്പോൾ ഈ രണ്ട് പദങ്ങളോടും നിയമസഭയ്ക്ക് അകത്ത് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അതുപോലെ തന്നെ ഇപ്പോൾ നിയമസഭയ്ക്ക് പുറത്തും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ജനപ്രതിനിധിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഈ പട്ടിക ജാതി പട്ടിക വർഗം എന്ന് പറയുമ്പോൾ അതിന് ചില അരോചകതയുണ്ട്. നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പട്ടികജാതിയിൽപ്പെട്ട ആളൊന്നുമല്ല ഇവർക്ക് വേറെ ഏതെങ്കിലും പേര് നൽകണം, മുന്നോക്ക വിഭാഗമോ, ഇവർക്ക് മുന്നോക്ക വിഭാഗമാണ്. പട്ടികജാതി അല്ല, ഇത് പട്ടിക വർഗം അല്ല എന്ന് അസംബ്ലിയിൽ ഞാനടക്കമുള്ള MLA പ്രസംഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പട്ടികജാതി പട്ടിക വർഗം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി നിർത്തുക, സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക, സമൂഹത്തിലെ മറ്റുള്ള ആളുകളെ പോലെ അല്ല ഇവർ എന്നുള്ള ഈ ഒരു പേര് കൊണ്ട് തന്നെ അർത്ഥമാക്കുക അത് ശരിയല്ല എന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രസംഗിക്കുന്ന ഒരു MLA ആണ് ഞാൻ. പിന്നെ എനിക്ക് അസംബ്ലിയിൽ അപ്പോൾ അത് മന്ത്രി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ MP ആയ ഇന്നത്തെ രാധാകൃഷ്ണ ചില പദങ്ങളാണ് ആ സംസ്ഥാനങ്ങളിലേക്ക് ഉപയോഗിച്ചു വരുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്ത് ഉപയോഗിക്കണം, അത് മന്ത്രി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങളൊക്കെ അധിവസിക്കുന്ന ഈ പ്രദേശങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കോളനി എന്നാണ്. കോളനി എന്നാണ്. ആ കോളനി എന്ന പദം തന്നെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അത് മന്ത്രി അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോളനി എന്നല്ല സർക്കാരിൻ്റെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സർക്കാരിൻ്റെ കുറിപ്പുകളിലൊക്കെ അത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നഗർ എന്നാണ്, അതുപോലെ തന്നെ ഉന്നതികൾ എന്നാണ്. അപ്പോൾ കോളനി എന്ന് ഒക്കെ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ കോളനി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഞാനറിയാം, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ നെല്ലിക്കുന്നിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഒരുപാട് നിങ്ങൾ പോലെയുള്ള സഹോദരന്മാരെ എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഒരു കോളനി ഉണ്ട്. അത് ഏത് കോളനി എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് അങ്ങനെ അറിയപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല ചില വേറെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുക, എന്നിട്ട് ആ കോളനിക്ക് ഒരു പേര് നൽകുക. ഇത് ശരിയല്ല. ഒരു കോളനി, ഒരു പ്രദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ കുത്തകയല്ല. എല്ലാവരും അവിടെ താമസിക്കണം, എല്ലാ പുരോഗതിയും അവിടെ ഉണ്ടാകണം, റോഡുകൾ ഉണ്ടാകണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകണം. കുറേ ആളുകൾക്ക് ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ, വേറെ വിഭാഗത്തിന് അവർ കോളനിയിൽ താമസിക്കുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഒരു പുരോഗതിയും ആ പ്രദേശങ്ങളിൽ കൊണ്ടുവരുന്നില്ല. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഞാൻ വരും, എനിക്ക് സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു, നിയമസഭയിൽ പല കമ്മിറ്റികളുണ്ട്, നിയമസഭാ സമിതികളുണ്ട്, MLA അതിൽ അംഗങ്ങളാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ 3 വർഷമായി അംഗമായിട്ടുള്ള 2 നിയമസഭാ കമ്മിറ്റികൾ. ഒന്ന് പട്ടിക, അത് എൻ്റെ നാവ് കൊണ്ട് ഞാൻ ആ പദം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പട്ടികജാതി പട്ടികവർഗ വികസന സമിതി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ഞാൻ അംഗമാണ്. മറ്റൊന്ന് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം സംബന്ധിച്ച സമിതി. ആ 2 കമ്മിറ്റിയിലും ഞാൻ അംഗമാകാൻ ഞാൻ തന്നെ താല്പര്യമെടുത്തത്. ഒന്ന്, നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് സഹോദരന്മാർ എൻ്റെ മണ്ഡലത്തിലുണ്ട്.
മറ്റൊന്ന്, ഞാൻ തീരദേശത്ത് താമസിക്കുന്ന ഒരു MLA ആണ്. മത്സ്യത്തൊഴിലാളികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും അവർ ചില മാസങ്ങളിൽ പട്ടിണിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അവരുടെ പ്രശ്നങ്ങൾ സഭാതലത്തിൽ അവതരിപ്പിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ 2 കമ്മിറ്റികളിലൊക്കെ ഞാൻ സ്വയം, അല്ലെങ്കിൽ ഒരു MLA ഒരു ടേമിൽ കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ അതേ കമ്മിറ്റിയിൽ തുടരുകയില്ല. അതിനേക്കാൾ നല്ല കമ്മിറ്റി എടുക്കാനാണ് പല MLA-മാർക്ക് താല്പര്യം. ഞാൻ കമ്മിറ്റി മാറിയിട്ടില്ല. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഒരുപാട് നേതാക്കന്മാർ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരുപാട് നേതാക്കന്മാർ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നാമം ഏതാണ്? ഡോക്ടർ അംബേദ്കർ. അപ്പോൾ ആ അംബേദ്കറുടെ പിൻതലമുറക്കാർ ഇപ്പോൾ പിന്നോക്കമാണ്. അവർ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ശില്പി തന്നെ അംബേദ്കറാണ്. നമ്മുടെ മതേതരത്വത്തിൻ്റെ ശില്പി തന്നെ അംബേദ്കറാണ്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കൈത്താങ്ങായി നിൽക്കാൻ വേണ്ടിയാണ് പല അസുഖങ്ങളും. പിന്നെ കുട്ടികൾക്കും വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും അധികം ഞങ്ങൾ ഊന്നൽ നൽകിയിരിക്കുന്നത് എഡ്യൂക്കേഷന് വേണ്ടിയാണ്. അത് ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ വളരെയധികം കുട്ടികൾക്ക് വേണ്ടി എല്ലാം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടും കോവിഡ് വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഫോണുകൾ, അതുപോലെ TV എല്ലാം ഈ സംഘടന പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.